നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ക്ഷീണത്തെക്കുറിച്ചാണ്. അപ്പോൾ വാതരോഗികളിൽ ഒരു 50 മുതൽ 60% ആളുകൾക്ക് ക്ഷീണമുണ്ടാകാം. ആ ക്ഷീണത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ക്ഷീണത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ അസുഖം തീവ്രമായി നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായ കാരണങ്ങൾ, അസുഖം തീവ്രമായി നിൽക്കുമ്പോൾ വേദനയുണ്ടാകും, ഉറക്കക്കുറവുണ്ടാകും, വിഷാദം പോലെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കാം, HB കുറഞ്ഞിരിക്കാം. അപ്പോൾ ഒരു വാതരോഗിക്ക് പണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ പഠിക്കാൻ പറ്റുന്നില്ല. ഒരു 100-150 മീറ്റർ നടക്കുമ്പോൾ തന്നെ ഒരു 4 കിലോമീറ്റർ നടന്ന പോലെയുള്ള ക്ഷീണം വരികയാണ്. അവിടെ ഇരിക്കേണ്ടി വരുന്നു, എക്സ്ഹോഷൻ ഉണ്ടാകുന്നു, തളർന്നു പോയിട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഡോക്ടറോട് സംസാരിക്കുക, എനിക്കിങ്ങനെ ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ എന്താ സാധാരണ ചെയ്യുന്നത്? ഫസ്റ്റ് ഒന്ന് എന്തെങ്കിലും കറക്റ്റബിൾ കോസ് ഉണ്ടോ നോക്കും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കോസ് ഉണ്ടോ നോക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അതായത് വിറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നു. വിറ്റമിൻ ഡി സാധാരണ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഒരു 95% ആളുകൾക്ക് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ട്. കുറേ ആളുകൾ ചെക്ക് ചെയ്ത് കൊടുക്കും, കുറേ ആളുകൾ ചെക്ക് ചെയ്യാതെ കൊടുക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മളൊരു പോപ്പുലേഷൻ ലെവലിൽ നോക്കുമ്പോൾ 95-98% ആളുകൾക്കും കുറവാണ്. അപ്പോൾ കാരണം നമ്മൾ സൂര്യപ്രകാശത്തിൽ പോകുന്നില്ല. സൂര്യപ്രകാശത്തിൽ പോകാതെ പോകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നത്? അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈസ് എക്സ്ട്രീംലി കോമൺ. അതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കൽ വിറ്റമിൻ ഡി കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകൾക്കും മാസത്തിലൊരിക്കൽ കഴിച്ചാൽ വൈറ്റമിൻ ഡി ലെവൽ കൂടില്ല. അപ്പോൾ ക്ഷീണമുണ്ടെങ്കിൽ ആ സമയത്ത് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി യൂഷ്വലി ഒരു 40 മുകളിലുണ്ടെങ്കിൽ അത് സഫിഷ്യൻ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുക. എങ്ങനെ വൈറ്റമിൻ ഡി 30 താഴെയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു സാഷേ വെച്ച് 60,000 യൂണിറ്റിൻ്റെ സാഷേ 4 ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അത് ലെവൽ പതുക്കെ മുകളിലോട്ട് വരും. അതിനുശേഷം മെയിൻ്റെനൻസ് ഡോസിലോട്ട് പോകാം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ക്ഷീണം ഉണ്ടാകാനായിട്ട്. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ മാംസാഹാരങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ B12 ലെവൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 പോലുള്ള വിറ്റമിൻസ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ ചെക്ക് ചെയ്ത ശേഷം കഴിക്കുക, ഡോക്ടറുമായിട്ട് കൺസൾട്ടേഷന് ശേഷം കഴിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം അനീമിയ, അതായത് ഹീമോഗ്ലോബിൻ കുറയുക, രക്തക്കുറവ്. സാധാരണ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ഒരു 10 താഴെയാണ്, ഒരു 8 or 7 ഒക്കെ ഉള്ളുവെങ്കിൽ എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ കുറയുന്നത് കണ്ടുപിടിക്കുക. അത് ഒന്നെങ്കിൽ അയണിൻ്റെ കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ കുറവുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അയണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രക്തക്കുറവാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയും. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫെറിറ്റിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫെറിറ്റിൻ ഒരു 50-60 താഴെയൊക്കെ ആണെങ്കിൽ അയണിൻ്റെ സപ്ലിമെൻറ്റ് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഹീമോഗ്ലോബിൻ കൂടും. ഇത് പലപ്പോഴും നമുക്കറിയാം ലേഡീസിന് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കൂടുതലാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതിന് കാരണം അവർക്ക് പീരീഡ്സ് ഉണ്ടാകുമ്പോൾ, മെൻസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ ബ്ലഡ് പോകുന്നു, അതിനനുസരിച്ച് അയൺ അകത്തോട്ട് കഴിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ലേഡീസ് ആണല്ലോ കൂടുതലായിട്ടും നമ്മുടെ റുമറ്റോളജിക്കൽ ഇൽനെസ് ഒക്കെ വരുന്നത്. ആർത്രൈറ്റിസിലെ കൂടുതലുള്ള ലേഡീസിനാണ്. അതുകൊണ്ട് അവർക്ക് അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡിൽ വാതരോഗമുണ്ട്, അതിൻ്റെ സൈഡിൽ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഫറ്റീഗ് ഭയങ്കരമായിട്ട് വരും, ഭയങ്കരമായിട്ട് ക്ഷീണം വരും. അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് രണ്ടും ചികിത്സിക്കാൻ സാധിക്കും. അതോടൊപ്പം ഹോർമോൺ ഡെഫിഷ്യൻസീസ്, അത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് കുറയുന്ന TSH കൂടി തൈറോയിഡ് ശരീരത്തിൽ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അത് കോമൺ ആയിട്ട് നമുക്കറിയാം. തൈറോയിഡിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്ഷീണം വരാം, ഷുഗറിൻ്റെ പ്രശ്നം വന്നാൽ ക്ഷീണം വരാം. അപ്പോൾ TSH ചെക്ക് ചെയ്ത് നോക്കുക. TSH കുറവാണെങ്കിൽ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണം മാറും. അതുപോലെ ഷുഗർ കുറവാണെങ്കിൽ അതും ഷുഗർ കൂടുതലാണെങ്കിൽ, ഷുഗർ RBS വളരെ കൂടുന്നു, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ കോമൺ ആയിട്ട് കറക്റ്റബിൾ കോസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പം കറക്റ്റബിൾ കോസാണ്, വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാവുന്ന കോസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് കോസസ് അസുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോസാണ്. ഫസ്റ്റ് രോഗിയുടെ അസുഖം കൺട്രോളാണെന്ന് നോക്കും. കാരണം വാതരോഗികൾക്ക് ക്ഷീണമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടാണ്. അപ്പോൾ ആ നീർക്കെട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ക്ഷീണം കുറയത്തുള്ളൂ. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക. ESR 100-80 ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിൽ എപ്പോഴും വളരെ കൂടുതൽ നീർക്കെട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കണം. അതിപ്പോൾ നമ്മുടെ 5 ജോയിൻറ്റിലും 6 ജോയിൻറ്റിലും വേദനയുണ്ട്. ഈ നീർക്കെട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു വേദന ഉണ്ടാവുമല്ലോ. ആ വേദന കുറയ്ക്കാനായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ പോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് കൊടുത്ത് പതുക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ESR പതുക്കെ കുറഞ്ഞു വരും, ശരീരത്തിൽ നീർക്കെട്ട് കുറഞ്ഞു വരും, ജോയിൻസിൽ സ്വെല്ലിംഗ് കുറഞ്ഞു വരുമ്പോൾ എന്ത് പറ്റും? പതുക്കെ രോഗവും കൺട്രോൾ ആകും. രോഗം കൺട്രോൾ ആകുമ്പോൾ എന്ത് പറ്റും? അവരുടെ ക്ഷീണവും പതുക്കെ കുറഞ്ഞു വരും. രോഗികൾ തന്നെ പറയാറുണ്ട് പണ്ടത്തെ അത്രയും എനിക്ക് നല്ല ഊർജ്ജം ഉണ്ടെന്ന് പറയും.
അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ ആർത്രൈറ്റിസുള്ള രോഗികളിൽ വേദനയും നീരുക്കെട്ടും കുറയ്ക്കാനുള്ള മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ച് ഇത് കുറയ്ക്കുക. ഇതിൽ തന്നെ നമ്മുടെ ആർത്രൈറ്റിസ് രോഗികളിൽ പലപ്പോഴും ഈ ആൻറ്റി TNF പോലെയുള്ള മെഡിസിൻസ്, ബയോളജിക്കൽ മെഡിസിൻസ് അല്ലെങ്കിൽ ടൊഫാസിറ്റി പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ക്ഷീണം കുറയുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകളാണ്. അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് ഉറക്കക്കുറവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞതാണ്, ഉറക്കമില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. അപ്പോൾ ഇവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നോക്കുക. എത്ര നേരം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് കിടക്കുമ്പോൾ തന്നെ 1 മണിയാകും. പലപ്പോഴും ഉറക്കക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആഹാരം ലേറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. എന്നിട്ട് 5 മണിയാകും, 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. അത് ഹസ്ബൻഡ് ചിലപ്പോൾ പലപ്പോഴും ജോലി ചെയ്ത് കഴിഞ്ഞ് കടയിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ലേറ്റാകും. ആ പുള്ളി തന്നെ വീട്ടിൽ വരുന്ന 11 മണിക്കാണ്. അതിന് ആഹാരം കഴിച്ച് എല്ലാം ഒന്ന് അടുക്കി വെച്ച് കിടന്ന് കഴിയുമ്പോൾ പലപ്പോഴും 12:30, 1 മണിയാകും. 1 മണിക്ക് കിടക്കുന്ന ആൾ രാവിലെ 4 മണി 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ആളുകൾക്ക് ജോലിക്ക് പോകണം, അതിന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ ഉറക്കം ഉറങ്ങിയാൽ ഒരിക്കലും ഒരാൾക്ക് ഉറക്കം മതിയാകില്ല. അപ്പോൾ അവിടെ എന്താ പറയേണ്ടത്? നന്നായിട്ട് ഉറങ്ങുക. ഒരു 10:30, 11 തൊട്ട് ഒരു 5, 5:30, 6 മണി വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഫ്യൂച്ചർ വീഡിയോസ് നമുക്ക് പറയാം, എങ്ങനെയാണ് ഉറക്കം ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ വേദന കുറഞ്ഞിരിക്കണം, അസുഖം നന്നായിട്ട് കുറഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഡിപ്രഷൻ. ഇതിനെന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് ഒരു വിഷാദമുണ്ടോ? നിങ്ങൾക്ക് പണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങൾ. പണ്ട് ഞാൻ നന്നായിട്ട് TV കാണുമായിരുന്നു ഡോക്ടറെ, ഇപ്പോൾ TV കണ്ടാലും ഒരു സന്തോഷമില്ല. മനസ്സിന് ഭയങ്കര സങ്കടമാണ്, അല്ലെങ്കിൽ വിഷാദമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാകുന്നു. വിഷാദവും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനേഴ്സ് നമുക്കുണ്ട്. ആ ക്വസ്റ്റ്യനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷാദമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വിഷാദം ഉണ്ടെങ്കിൽ നമുക്കത് പതുക്കെ അതിന് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്ത് കുറച്ച് ടെക്നീക്സ് വെച്ച് എന്തുകൊണ്ട് ഇത് വിഷാദം ഉണ്ടാകുന്നു കണ്ടുപിടിച്ച് കുറച്ച് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ വിഷാദം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് വയ്ക്കുക. എടുത്ത ശേഷം ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഒരു നല്ല കൗൺസിലിംഗ് സെഷനിലൂടെയും നല്ല രീതിയിൽ ഒന്ന് മനസ്സ് തുറന്ന് ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഡിപ്രഷൻ കുറയുന്നില്ല. അതായത് ബാക്കി ടെക്നിക്സ് ഉണ്ട്. ഇവിടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സൊക്കെ ചെയ്ത് നമ്മുടെ ഒരു പെരുമാറ്റത്തേക്ക് മാറ്റിക്കൊണ്ടുവന്ന് നമ്മുടെ ഒരു റെസ്പോൺസൊക്കെ മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ നല്ല രീതിയിൽ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അത് പറ്റാത്ത ആളുകൾക്ക് നമുക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് മേടിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിപ്രഷൻ നമുക്ക് ട്രീറ്റ് കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫറ്റീഗ് കുറയ്ക്കാനുള്ള വേറെ വലിയൊരു നല്ല കാര്യമാണ് എക്സർസൈസ്. ചെറിയ രീതിയിൽ ഒരു 5 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഫറ്റീഗ് കുറയും. അതായത് ഒരു 10 മിനിറ്റ് നടക്കുക. ആദ്യത്തെ ദിവസം 5 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. കുഴപ്പമില്ല, 5 മിനിറ്റ് നടന്നു. 5 മിനിറ്റ് ഒരു 7 ദിവസം നടന്നു കഴിയുമ്പോൾ 5 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ അത് 7 മിനിറ്റ് ആക്കുക, അല്ലെങ്കിൽ 8 മിനിറ്റ് ആക്കുക, പിന്നെ 10 മിനിറ്റ് ആക്കുക. അങ്ങനെ ഒരു 3, 4, 5 മാസം കൊണ്ട് നമുക്ക് ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ നടക്കാൻ പറ്റും. അത് കയ്യും കാലും അനക്കിയിട്ട് രാവിലെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, കുറച്ച് യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം പോയിട്ട് നമ്മൾ ക്ഷീണമുള്ള ഒരാൾ അരമണിക്കൂർ നടക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറ്റുന്ന ഡിസ്റ്റൻസിൽ നടക്കും. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നടക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. അത് 2 മിനിറ്റോ 3 മിനിറ്റോ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, വീട്ടിൽ യോഗ ചെയ്യുക. എന്തെങ്കിലും ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ക്ഷീണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഒരു 100 മീറ്റർ ഓട്ടമല്ല, പെട്ടെന്ന് ചെയ്യുന്നത് ഒരു മാരത്തൺ പോലെയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പതുക്കെ നമുക്ക് ഈ എക്സസൈസ് ചെയ്ത് ക്ഷീണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അപ്പം ക്ഷീണം എന്ന് പറയുന്നത് ഒരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ക്ഷീണം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു, അതിനുള്ള പരിഹാരം എന്തെന്നുള്ളതും പറഞ്ഞു. പക്ഷേ ഒരു പരിധിവരെയുള്ള ആളുകളിൽ ഒരു നല്ല അളവിൽ നമുക്ക് ക്ഷീണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ചെറിയൊരു ക്ഷീണം ഇവർക്ക് കാണും. അതുമായിട്ട് നമ്മൾ കുറച്ച് അസുഖം കൺട്രോളായി വരുമ്പോൾ പതുക്കെ അത് കുറഞ്ഞു വരികയും ചെയ്യും.